പാമ്പാടി എന്ന ഈ പവിത്രമായ ദേശത്ത് 1885 ഏപ്രിൽ 5 പൂജാതനായ ഒരു ശിശു മാലോകരുടെ മുഴുവൻ മനം കവർന്ന ഒരു പരിശുദ്ധനായി തീർന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി. അനുകമ്പയുടെ അവതാരം, സ്നേഹത്തിൻ്റെ മകുടം, പ്രാർത്ഥനയുടെ പ്രകാശഗോപുരം, ദാനത്തിൻ്റെ പര്യായം, ഗുരുശിഷ്യ ബന്ധത്തിന് പുതിയ അർത്ഥതലം നൽകിയ മഹാൻ, ഭക്തിയുടെ കേദാരം, ലളിത ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക, പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിച്ച പിതാവ്, കൂട്ടിവയ്ക്കുന്നത് പാപമാണെന്ന് പഠിപ്പിച്ച് കൊടുത്താൽ തിരികെ കിട്ടുമെന്ന് സന്ദേശം നൽകിയ പിതാവ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയെക്കുറിച്ചുള്ള ചില അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില പഠിപ്പിക്കലുകൾ വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പുരുഷനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. പ്രാർത്ഥനകൾ ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രക്രിയയായി അധംപതിച്ചപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും സഹജീവികൾക്ക് വേണ്ടിയും സമസ്ത ലോകത്തിനു വേണ്ടിയും കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു പിതാവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. അദ്ദേഹത്തിൻ്റെ വിവിധ പ്രത്യേകതകളിൽ ഒരെണ്ണം ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഹെഡിങ് നമുക്കിപ്രകാരം കുറിക്കാം: കനകം കണ്ടാൽ മനമിളകാത്ത താപസൻ. പണത്തിന് മുകളിൽ പരുന്തും പറക്കുമെന്ന ആപ്തവാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പണമാണ് ഈ നമ്മുടെ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പണത്തിന് മുമ്പിൽ മനമിളകാത്ത, പണത്തെ തൻ്റെ സ്വാധീന ശക്തികളിൽ ഒന്നുപോലുമാക്കാത്ത ഒരു പിതാവായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. കുന്നംകുളത്ത് വലിയ പ്ലേഗ് ബാധ ഉണ്ടായപ്പോൾ ആടുകളുടെ ഇടയനായി കുന്നംകുളത്തെത്തി സ്ലീബ ഉയർത്തി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരെ സൗഖ്യമാക്കിയ ഒരു പുണ്യപിതാവ് തിരികെ പോരുന്ന വഴിയിൽ കൊച്ചി രാജാവ് ആ താപസ ശ്രേഷ്ഠനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ പ്രകാരം കൊട്ടാരത്തിലെത്തിയ തിരുമേനിയെ രാജാവ് സ്വീകരിക്കുകയും സൽക്കരിക്കുകയും രാജാവിനെയും കുടുംബാംഗങ്ങളെയും തിരുമേനി സ്ലീബ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു ചരിത്രം കേരളത്തിൻ്റെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ പരിശുദ്ധ പിതാവിന് ബഹുമാന്യായ രാജാവ് സ്വർണ്ണ നാണയങ്ങളടങ്ങി ഒരു കിഴി കൊടുക്കുകയാണ്. എന്നാൽ അത് തിരികെ കൊടുത്തിട്ട് തനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആ താപസ ശ്രേഷ്ഠൻ വർത്തമാന കാലഘട്ടത്തിൽ സഭകൾക്കും സംഘടനകൾക്കും, എന്തിന് വിശ്വാസികളായ നമ്മൾക്കെല്ലാവർക്കും ഉദാത്തമായ മാതൃകയാണ്. വിശുദ്ധ ബൈബിളിൽ തമ്പുരാൻ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ധനത്തിനോ മാനത്തിനോ അല്ല, ദൈവത്തോടു കൂടിയുള്ള വാസത്തിനാണ് പ്രമുഖ സ്ഥാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസും യോഹന്നാനും പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും തലമുറകൾക്കും വിശ്വാസികൾക്കും പങ്കുവെക്കുക എന്നുള്ള ശ്രേഷ്ഠമായ ദൗത്യം മത പുരോഹിതർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. വെള്ളിയും പൊന്നിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഭവനത്തിനും പദവിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ വർത്തമാന കാലഘട്ടത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ദുർഗന്ധപൂരിതമാക്കുമ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഈ സുഗന്ധ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ
ഏലീശ പ്രവാചകൻ്റെ ശിഷ്യനായ ഗേഹസി കാണിച്ച പണത്തോടുള്ള ഒരാർത്തി അദ്ദേഹത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമായി തീർന്നുവല്ലോ. നയമാൻ്റെ കുഷ്ഠരോഗം മാറ്റിയതിന് അദ്ദേഹം കാണിക്കയായി ഏലീശായ്ക്ക് പണവും സാധനങ്ങളും നൽകിയെങ്കിലും അത് സ്നേഹത്തോടെ നിരസിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗേഹസി പിന്നാലെ ചെന്ന് അത് കൈക്കലാക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപവും ഗുരുവിൻ്റെ കോപവും ലഭിച്ച ഗേഹസി കുഷ്ഠരോഗിയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, പണത്തിന് നമ്മുടെ സുബോധങ്ങൾ നഷ്ടപ്പെടുവാൻ വിട്ടുകൊടുക്കരുത്. വർത്തമാന കാലഘട്ടത്തിലെ നമ്മെ പണവും പദവിയും സൗന്ദര്യങ്ങളും മദ്യമയക്കുമരുന്നുകളുമൊക്കെ നമ്മുടെ സുബോധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പണത്തിനപ്പുറമുള്ള ഒരു തമ്പുരാൻ്റെ സാന്നിധ്യവും കൃപയും നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതവും മാതൃകയും പഠിപ്പിക്കലുകളും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. ഒരു കഥ കൂടി പറയാം. ഒരു നാടക ഗാനത്തിൻ്റെ സന്ദേശമാണ്. ഒരു മുക്കുവൻ കടലിൽ മീൻ പിടിക്കാൻ പോയി. അദ്ദേഹത്തിന് തൻ്റെ വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വലയിൽ ഒരു മീനുകളുടെ കൂട്ടത്തിൽ ഒരു സ്വർണ്ണ നിറമുള്ള മീന് കുടുങ്ങുകയുണ്ടായി. അതിനെ എടുത്തപ്പോൾ ആ മീൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കനിവാർന്ന് നീ എന്നെ വിട്ടയക്കൂ, പകരം നീ ഒരു വരം ചോദിക്കൂ. നീ എന്നെ കനിവോടെ വിട്ടയക്കണം, പക്ഷെ നീ ഒരു വരം ചോദിച്ചോളാൻ പറഞ്ഞു. വളരെ ദരിദ്രനും ഭവനമില്ലാത്തവനുമായ മുക്കുവൻ ആ മത്സ്യത്തോട് തനിക്കൊരു ചെറിയ സുന്ദരമായ ഭവനം വേണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു ഭവനമുണ്ടാകുന്നു. ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മുക്കുവനോട് പറയുകയാണ്, മീനെ വിടാൻ വരട്ടെ, ഒരു വലിയ കൊട്ടാരമുണ്ടാകാൻ മീനിനോട് കൽപ്പിക്കുക. മീനിനോടത് പറഞ്ഞു. മീൻ കൊട്ടാരമുണ്ടാക്കി കൊടുത്തു. എന്നിട്ടും അവരുടെ ആർത്തിയും ആഗ്രഹവും സഫലമാകുന്നില്ല, പൂർണ്ണമാകുന്നില്ല. മീനിനെ വിടാതെ തൻ്റെ ഭാര്യയുടെ നിർബന്ധം വഴങ്ങി ഈ മുക്കുവൻ മീനിനോട് പറഞ്ഞു, കടലായ കടലാകെ വറ്റിച്ച് കനകം കൊണ്ട് 1000 കൊട്ടാരം ഉണ്ടാക്കി തരണം. പ്രിയപ്പെട്ടവരെ, ആ മീനിൻ്റെ കണ്ണ് ചുമതുകയും അത് ദേഷ്യപ്പെടുകയും അപ്രത്യക്ഷമാകുകയും അവിടെ ഉണ്ടായിരുന്ന അവരുടെ മനോഹരമായ കൊട്ടാരം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ആർത്തി. ലോകത്തിൽ സമ്പാദിച്ചത് പോരാ, കിട്ടിയത് പോരാ, സംതൃപ്തിയില്ലാത്ത ഒരു ജീവിതം. അവിടെയാണ് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന പണത്തിൻ്റെ മുമ്പിൽ, കനകത്തിൻ്റെ മുമ്പിൽ മനമിളകാത്ത തിരുമേനിയുടെ ആ ഒരു സന്ദേശം എന്നെയും നിങ്ങളെയും ധന്യരാക്കേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.